ആരെയാണ് നാം ആത്മീകരെന്ന് പറയുന്നത്? ഒത്തിരി ഡെഫിനിഷൻ വേദപുസ്തകത്തിൽ നമുക്കൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊത്തിരി ഡെഫിനിഷനുണ്ട്, നമ്മൾക്കൊത്തിരി മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ കേട്ടതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതോ നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊക്കെ ആയ കാര്യങ്ങൾ വെച്ചിട്ട് ഒരാത്മീകൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് നാം ചിന്തിക്കാറുണ്ട്. നല്ലതുപോലെ സംസാരിക്കുന്ന, ഒരു പ്രശ്നങ്ങളിലും അകപ്പെടാതെ നന്നായി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ സൗമ്യമായി സംസാരിക്കുന്ന, വിവാദങ്ങളിലൊന്നും പെടാത്ത, നല്ലവണ്ണം വസ്ത്രം ധരിച്ച് മാന്യമായി ജീവിക്കുന്ന ഒരാളെ ഈ ലോകം വിളിക്കും അവൻ ആത്മീകനാണ്, അവൻ ഒരു പ്രശ്നത്തിലുമില്ല, എന്ത് നല്ല ജീവിത ശൈലിയാണ് അദ്ദേഹത്തിന്. പക്ഷെ അതാണോ ആത്മീകനെ കൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ യേശു കർത്താവ് അതാണോ ഒരാത്മീകനിട്ടിരിക്കുന്ന മാനദണ്ഡം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഒരു ഭാഗം ശ്രദ്ധിക്കാനിടയായിത്തീർന്നു. സഹോദരന്മാരെ, ഒരു മനുഷ്യന് വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുക. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അന്യോന്യം ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. ആത്മീകരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയ ഒരുവനെ വീണ്ടും മടക്കിക്കൊണ്ടുവരിക, യഥാസ്ഥാനപ്പെടുത്തുക. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ അല്ലെങ്കിൽ ഒത്തിരി പ്രസംഗിക്കപ്പെടേണ്ട ഒരു വേദഭാഗമാണ് ഇത് എന്നെനിക്ക് തോന്നലുണ്ടായി. കാരണം നാം ചുറ്റുപാടും കാണുന്ന ആത്മീകൻ എന്ന് പറയുന്ന നിലവാരത്തിനപ്പുറം ആത്മീകന് ഒരു ഡെഫിനിഷൻ വേദപുസ്തകം കൊടുത്തിരിക്കുന്നു. എന്തെന്നറിയാമോ? തകർന്നുപോയ ഒരുവനെ പൊക്കിയെടുക്കുക, വീണ്ടും അവനെ യഥാസ്ഥാനപ്പെടുത്തി ദൈവരാജ്യത്തിൽ ശക്തനായി മടക്കിക്കൊണ്ടുവരിക. നാം മറന്നുപോയ ഒരു ശുശ്രൂഷ രീതി അല്ലെങ്കിൽ നാം മറന്നുപോയ ഒരു ഭാഗത്തെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിട്ട് പറയുന്നു, വേദപുസ്തകം യേശു കർത്താവ് ആത്മീകൻ എന്ന് അർത്ഥമാക്കുന്ന പല നിലവാരങ്ങളുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ ഏറ്റവും ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ ഒരു ഭാഗത്തെ പരിശുദ്ധാത്മാവ് കാണിച്ചിട്ട് പറയുന്നു, ആത്മീകൻ തകർന്നുപോയ ഒരുവനെ പണിയുന്നവനായി മാറണം. അത് ആത്മീകന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ജഡികന് വേണമെങ്കിൽ തകർന്നുപോയ ഒരുവനെ ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാതെ വണ്ണം വീണ്ടും അവനെ തകർത്ത് കളയാൻ പറ്റും. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലകപ്പെട്ട്, ഒരു പാപത്തിലകപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ആരോപണത്തിലകപ്പെട്ട് ജീവിതത്തിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരുവനെ ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം അവനെ തകർത്ത് കളയാൻ ജഡികന് പറ്റും. പക്ഷെ ഒരു ആത്മീകന് മാത്രം പറ്റുന്ന കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു, സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുക, അവനെ മടക്കിയെടുക്കുക, അവനെ വീണ്ടും വീണ്ടും ശക്തനായി നിർത്തി ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളവനാക്കി മാറ്റുക. വേദപുസ്തകം പറയുന്നു, ഒരുവൻ തകർന്നു പോയാൽ അവനെ വീണ്ടും പണിഞ്ഞെടുക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയമാണ് നാം വെളിവാക്കുന്നത്. അങ്ങനെ ഒരുവന് ചെയ്യാൻ പറ്റിയാൽ കർത്താവ് പറയും, നീ എന്നെ മനസ്സിലാക്കിയവനാണ്, നീ എൻ്റെ ഹൃദയം അറിഞ്ഞവനാണ്. കാണാതെ പോയ ആടിനെ തിരക്കി ഇറങ്ങുന്ന ഇടയനും ലോകം മുഴുവനും കല്ലെറിയാൻ നിൽക്കുന്ന വ്യഭിചാരിണിയായ സ്ത്രീയെ അവളെ വിടുവിച്ച് വീണ്ടും ശക്തനായി യേശു കർത്താവിൻ്റെ കാൽപാദത്തിങ്കിൽ തൈലമുടയ്ക്കുന്നവളാക്കി യേശു കർത്താവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് നിർത്തിയ യേശു കർത്താവും ഒരിക്കലും ഇനിയൊരു മടങ്ങി വരവില്ല എന്ന് വെച്ച് മീൻ പിടിക്കാൻ പോയ ശീമോനെ മടക്കിയെടുക്കുന്ന യേശു കർത്താവും നഷ്ടപ്പെട്ടു പോയ മകൻ്റെ മടങ്ങി വരവും കാത്തിരിക്കുന്ന പിതാവും നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതല്ലേ ഈ ഗലാത്യ ലേഖനം പറയുന്നത്? സൗമ്യതയുടെ ആത്മാവിൽ അവനെ മടക്കിയെടുക്കുക, അവനെ വീണ്ടും ജീവിപ്പിക്കുക, നാളുകളിൽ ശക്തരായ ഒരു അഭിഷിക്തനാക്കി മാറ്റി നിർത്തുക. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ട് ഈ സമയത്ത് ഞാനത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാരെ എനിക്കറിയാം. അവരെന്നോട് പറയുന്ന, പ്രത്യേകിച്ച് യുവജനങ്ങൾ എന്നോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, പാസ്റ്ററെ, ഒരാളെങ്കിലും എന്നെ ഒന്ന് കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ, ഒരാളെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാനുണ്ടായിരുന്നെങ്കിൽ, ആത്മാർത്ഥമായി എൻ്റെ ഹൃദയം തുറക്കാൻ ഒന്ന് നിന്ന് തന്നിരുന്നെങ്കിൽ. ഞാൻ ഈ പറഞ്ഞത് ഒരാളുടെ മാത്രം വേദനയല്ല, ഒരു കൂട്ടത്തിൻ്റെ വേദനയാണ്. ഈ കാലഘട്ടത്തിൽ ഒരാളെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ,
എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോകത്തില്ല. എന്നെ കേൾക്കുന്ന പലരും ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിച്ചല്ലേ, കർത്താവെ ആ സമയത്ത് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരാൾ വന്നിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ എന്നൊക്കെ നാം പറയാറില്ലേ? പുതുനിയമത്തിൽ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു നാം പറയാറില്ലേ? എന്താണ് ആ കാലഘട്ടത്തിൽ യേശു കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃകയിലോട്ട്? ചിലപ്പോൾ ലോകം മുഴുവനും ഒറ്റപ്പെടുത്തിയേക്കാം, പിന്നെ ചിലപ്പോൾ മാറ്റി നിർത്തിയേക്കാം. ചിലപ്പോൾ ലോകം ആത്മീയൻ എന്ന് പറയുന്ന ആ ഒരു പട്ടികയിൽ ചിലപ്പോൾ നിനക്ക് കയറി നിൽക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ കർത്താവിൻ്റെ ഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു സ്ഥാനം ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. കാരണം സൗമ്യതയുടെ ആത്മാവിൽ തകർന്നുപോയ ഒരുവനെ ചേർത്ത് നിർത്തി വീണ്ടും അഭിഷിക്തനാക്കി, നാളുകളിലെ മാളിക മുറിയിൽ നിന്ന് അവനെ അഭിഷിക്തനാക്കി പുറത്തു കൊണ്ടുവരുവാൻ പറ്റിയാൽ കർത്താവ് പറയും, നീ എൻ്റെ ഹൃദയം മനസ്സിലാക്കിയവനാണ്. ഞാൻ എന്താഗ്രഹിച്ചു അത് നീ മനസ്സിലാക്കിയവനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കൂട്ടത്തെ ഈ ദിവസങ്ങളിൽ കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളും ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ നിങ്ങൾ ചിന്തിക്കരുത്, ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, പാപം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ തകർന്നുപോയ ഒരുവനെ, വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യന് വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ, ഇത് വേറെ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല, ഇത് ജഡീകന് ചെയ്യാൻ കഴിയുകയില്ല, ആത്മീകന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്യാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. എനിക്ക് വളരെ പ്രേരണയോടുകൂടിയാണ് ഈ ഒരു മെസ്സേജ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഈ തലമുറയിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടരുണ്ട്, നാം പോലും അറിയാതെ ഹൃദയത്തിൽ തേങ്ങുന്ന ഒരു കൂട്ടരുണ്ട്. എൻ്റെ ഇടത്തും വലത്തുമുണ്ട്, എൻ്റെ ചുറ്റിലുമുണ്ട്. കാരണം അവരെ ഒന്നും മനസ്സിലാക്കാൻ ഈ കാലഘട്ടത്തിൽ അഭിഷിക്തന്മാർ കുറവാണ്, സഹോദരന്മാർ കുറവാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ നാളത്തെ അതിശക്തരായ അഭിഷിക്തന്മാരുടെ കൂട്ടത്തിൽ നാം ചേർത്ത് പിടിക്കുന്നവരും ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ആത്മാവിൽ നിയോഗമുണ്ട്. തകർന്ന ശീമോനെ വേണമെങ്കിൽ യേശു കർത്താവിന് തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ചേർത്ത് പിടിച്ച ഒരൊറ്റ കാരണത്താൽ സഭകളെ നിയന്ത്രിക്കത്തക്ക നിലവാരത്തിൽ, ഉണവുകൾക്ക് സാക്ഷ്യം വഹിക്കത്തക്ക നിലവാരത്തിൽ, മാളിക മുറിയിൽ ശക്തനായി ശുശ്രൂഷിക്കുന്ന നിലവാരത്തിൽ ഒരു പത്രോസാക്കി പുറത്തു കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള ചേർത്തുപിടിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയോ അഭിഷിക്തന്മാർ നാളുകളിൽ പുറത്തു വരുവാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ ഈ ദൂതുകൾ കൈമാറുന്നു. സൗമ്യതയുടെ ആത്മാവിൽ വല്ല തെറ്റിലും അകപ്പെട്ടു പോയ ആരെങ്കിലും കാണുന്നെങ്കിൽ ചേർത്ത് പിടിച്ച് അവനെ വീണ്ടും പണിഞ്ഞ് അവനെ വീണ്ടും വീണ്ടും ശക്തനാക്കി മാറ്റി നാളുകളിൽ അതിശക്തമായി യേശു കർത്താവിനോടൊപ്പം ഓടുന്ന ഒരു പടയാളിയാക്കി മാറ്റി ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കാൻ കർത്താവ് എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുന്നു. വിശ്വാസത്തോടുകൂടി സ്റ്റെപ്പുകൾ വെക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.